വിവാഹ ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ ഓർത്തെടുത്ത് ഭാഗ്യലക്ഷ്മി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായാണ് അറിയപ്പെടുന്നതെങ്കിലും ഭാഗ്യലക്ഷ്മി ഒട്ടേറെ സിനിമകളിൽ സുപ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചാമരം, മാറ്റവിൻ ചട്ടങ്ങളെ, സെല്ലുലോയിഡ്, പാവ, ഒരു മുത്തശ്ശി കഥ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അവർ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധേയമാണ്. ഗൗരവക്കാരിയായാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെ മിക്കവരും കാണാറുള്ളത്. തൻ്റെ നിലപാടുകൾ ഒരു പേടിയും കൂടാതെ വെട്ടിത്തുറന്ന് പറയുന്ന ശീലം ഭാഗ്യലക്ഷ്മിക്കുണ്ട്. ഇപ്പോഴിതാ വിവാഹ ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ ഓർത്തെടുത്ത് ഭാഗ്യലക്ഷ്മി പങ്കുവെക്കുകയാണ്. ഭർത്താവ് തന്നെ അടിച്ച സന്ദർഭത്തെക്കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നത്. ഒരിക്കൽ തിലകൻ ചേട്ടൻ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു എന്ന് പറഞ്ഞ് തന്നെ തല്ലിയിട്ടുണ്ട്. എന്തിനാണ് പുരുഷന്മാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാനെന്ന് ഒരു നിമിഷം ഞെട്ടിയിരുന്നു പോയി. പക്ഷേ ഒരു സിറ്റുവേഷനിൽ തിരിച്ച് ഞാനും ഒന്ന് കൊടുത്തു. അതായിരുന്നു അവസാനം. ഞാനും പുള്ളിയും വഴക്കിടുകയായിരുന്നു. മോൻ കുഞ്ഞാണ്, സാമ്പത്തിക പ്രശ്നമാണ് വഴക്ക് കൂട്ടുന്നത്. ഡബ്ബിങ്ങിന് എത്ര കിട്ടി, അതിൽ 350 രൂപ കുറവുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം വഴക്കുണ്ടാക്കും. അന്ന് ഞാൻ പണം അദ്ദേഹത്തിനാണ് കൊടുത്തിരുന്നത്. ഇന്ന് കാണുന്ന ഭാഗ്യലക്ഷ്മി അല്ല അന്ന്. ഞാൻ ഇത്രയും സംസാരിക്കുന്ന സ്ത്രീ പോലുമല്ലായിരുന്നു. ഹേർട്ടായാൽ ഞാൻ വയലന്റ് ആകും, അത് വേറെ കാര്യം. ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഒരു ഭദ്രകാളിയുണ്ട്, അത് പുറത്തെടുപ്പിക്കരുത്. ഞങ്ങൾ വഴക്കിടുന്നതിനിടെ മോൻ അമ്മ തോർത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒച്ച വെച്ചപ്പോൾ പുള്ളി കുത്തിയെടുത്ത് ഒച്ചയേറ്. തല ഇപ്പോൾ ചുമരിലിടിക്കും എന്ന് തോന്നി ഞാൻ ഓടിപ്പോയി അയ്യോ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞെടുത്തു. എൻ്റെ കൺട്രോൾ വിട്ട് ഒരെണ്ണം കൊടുത്തു. കുഞ്ഞിനെ തൊട്ടാൽ ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞതും ഭാഗ്യലക്ഷ്മി ഓർത്തു. എൻ്റെ വരുമാനം ഭർത്താവിനെ ഏൽപ്പിക്കുന്നതായിരുന്നു ശീലം. ഞാൻ തന്നെ കൊടുത്തുണ്ടാക്കിയെടുത്ത സ്വഭാവമാണ്. പക്ഷേ പിന്നെ കണക്ക് പറഞ്ഞു തുടങ്ങും. വർഷങ്ങളിൽ 2 സാരിയെ എടുക്കാവുന്ന പുള്ളിക്ക് കണക്കുണ്ടായിരുന്നു. ഞാനത് അക്ഷരം പ്രതി അനുസരിച്ചിരുന്ന ഭാര്യയാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ആക്കിയതാണ്. ഡബ്ബിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ എത്ര കിട്ടിയെന്ന് ചോദിക്കും. 75,000, 1,00,000 എന്ന് ഞാൻ പറയും. ഇതിൽ 350 രൂപ കുറവുണ്ടല്ലോ, അല്ലെങ്കിൽ 1,500 രൂപ കുറവുണ്ടല്ലോ എന്ന് പുള്ളി ചോദിക്കും. സാരി വാങ്ങിച്ചു, സ്കേർട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പുള്ളി ഷൗട്ട് ചെയ്യും. 2 എക്സ്ട്രീം ആയിരുന്നു ഞാൻ. അങ്ങനെ ആകാനും പാടില്ല, ഇങ്ങനെ ആകാനും പാടില്ല എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കും. അന്നേ ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല ഫാമിലിയായി മുന്നോട്ട് പോകാമായിരുന്നിരിക്കാം. നമ്മളാണ് ഒരാളെ വഷളാക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു.